മനോരമ ചാനലിനെ പറ്റിയൊരു അബദ്ധം കാട്ടിത്തരാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു സർവേ ഫലം പുറത്തുവിട്ടല്ലോ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ജനപിന്തുണ എന്നുള്ള നിലയ്ക്ക് സതീശൻ്റെ നിന്ന് ദിവസപ്പടിയും മാസപ്പടിയൊക്കെ വാങ്ങി ഒരു PR പണി ചെയ്തു കൊടുത്തതിന് ശേഷം അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മനോരമയുടെ റിപ്പോർട്ടർമാരെ ഫീൽഡിൽ പറഞ്ഞു വിട്ടപ്പോൾ നാട്ടിലെ ജനങ്ങൾ, അതായത് മനോരമയിലെ അയ്യപ്പദാസ് ഷാനിയും പറയുന്നു 24% സതീശനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ചതിന് ശേഷം, മനോരമ പ്രഖ്യാപിച്ചതിന് ശേഷം ആ വിഷയത്തിൽ ജനങ്ങളുടെ പിന്തുണ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവരോട് പറഞ്ഞ പ്രതികരണം കേൾക്കണ്ടേ. നോക്കി. അത് വി.ഡി. സതീശനും സഖാവ് പിണറായി വിജയനും. എങ്ങനെയുണ്ട് നമ്മുടെ ഭരണത്തെ പറ്റി 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ ഇപ്പോൾ ഇയാളുടെ പറഞ്ഞ 100 മാർക്ക് കൊടുക്കാം. ഇയാൾ പോലെ വേറെ പ്രതിപക്ഷ നേതാവല്ല, കോൺഗ്രസ്സുകാർ അത്ര മോശമൊന്നുമല്ല. അത് നയിക്കാൻ ആളില്ല. കണ്ട കുതികാല് വെട്ടുക, കാല് വാരുക. അത് വടക്കേന്ത്യ മുതൽ കേരളം വരെ അവരെപ്പോഴും പറയുന്ന ഒറ്റക്കെട്ടാണ്. പൈസയൊക്കെ മുറുക്കി വെക്കാൻ ഒറ്റക്കെട്ട് തന്നെയാ. കേട്ടല്ലോ. അതായത് ആ പ്രതികരണം കേട്ടപ്പോൾ സത്യസന്ധമായിട്ട് ഉപദേശിക്കാനുള്ളത്, ഈ ഷാനിയും അയ്യപ്പദാസൊക്കെ ഇനി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ വേഷപ്രച്ഛന്നരായിട്ട്, നിങ്ങളാണല്ലോ ഔദ്യോഗികമായി ഈ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ആരാണോ കോൺഗ്രസ്സിലെ ലീഡിംഗ് നേതാവ് മനോരമയുടെ മുതലാളിക്ക് പൈസ കൊടുക്കുന്നത് അവരെ എല്ലാ വർഷവും മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള കൊട്ടേഷൻ ഷാനിക്കും അയ്യപ്പദാസിനും നിക്ഷിപ്തമാണ്. ആ നിലയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളിത് പ്രഖ്യാപിച്ചതിന് ശേഷം മനോരമയുടെ റിപ്പോർട്ടറെ ഫീൽഡിൽ പറഞ്ഞു വിടുമ്പോൾ ഈ വേഷപ്രച്ഛന്നരായിട്ട്, അതായത് അയ്യപ്പദാസിനെ സംബന്ധിക്കുന്നിടത്തോളം വേറെ ഏതെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഒരു പഴം വിൽക്കാൻ നിൽക്കുന്ന ആളെപ്പോലെ ഇവിടെയൊക്കെ കറുത്ത മുന്തിരിയൊക്കെ എടുത്ത് ഒട്ടിച്ച് ഒരു തൊഴിലാളിയുടെ രൂപത്തിൽ നിന്നിട്ട് സതീശ സൂപ്പറാണ്, സതീശ മുഖ്യമന്ത്രിയാക്കണം, അതുപോലെ തന്നെ ഷാനിയെയും ഏതെങ്കിലും മാർക്കറ്റിലൊക്കെ ഒരു പ്രച്ഛന്ന വേഷത്തിൽ നിർത്തിയിട്ട് പ്രതികരണം പറയിക്കുന്നതാണ് നല്ലത്. കാര്യം നിങ്ങൾ പറഞ്ഞ കാര്യം ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് ആ ഒരൊറ്റ പ്രതികരണത്തിൽ തെളിയാണ്. കാര്യം ജനങ്ങളുടെ മനസ്സിൽ 100-ൽ 100 മാർക്ക് സർക്കാരിന് കൊടുക്കുകയാണ്. അതായത് മനോരമ ചാനലിനകത്തൂടെ തന്നെ 100-ൽ 100 മാർക്ക് കൊടുക്കുമ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്തതായിട്ട് UDF വരാൻ പോകുന്നു എന്ന് 2023-ൽ പ്രഖ്യാപിച്ച അതേ രീതിയിൽ ഇത്തവണയും പ്രഖ്യാപിക്കുന്നു. അതിനോടൊപ്പം സതീശന് പ്രത്യേക മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ നുണമേക്കർ പുരസ്കാരം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് മനോരമയ്ക്ക് വേണ്ടി നുണമേക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സതീശന് അർഹതപ്പെട്ട പുരസ്കാരം ഈ വർഷം കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട്, പിന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെയാണ് ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് പിണറായി വിജയന് 11 മാർക്ക് കൊടുത്ത ആ മാർക്ക് തെറ്റിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഫീൽഡിലെ യാഥാർത്ഥ്യം ഇതാണ്. ഈ യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇനി എത്ര പണിയെടുത്താലും, നിങ്ങൾ ഇനിയിപ്പോൾ ആ ജോണി ലൂക്കോസിനെയൊക്കെ വഴിയിൽ പിടിച്ചു നിർത്തി ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കടക്കാരനായിട്ടോ അല്ലെങ്കിൽ തൊഴിലാളിയായിട്ടോ സാധാരണക്കാരനായിട്ടോ ഒക്കെ നിങ്ങൾ ജോണി ലൂക്കോസിനെ ഒന്ന് ഏതെങ്കിലും ആർട്ട് വർക്കുകാരെയോ മേക്കപ്പ് മാനെയൊക്കെ വിളിച്ചൊന്ന് വേഷപ്രച്ഛന്നരാക്കി വഴിയിൽ നിർത്തിയിട്ട് മനോരമ അവതാരകരെ കൊണ്ട് മറുപടി എടുപ്പിച്ച് കൊടുത്താൽ മാത്രമേ സതീശനെ മുഖ്യമന്ത്രിയാകുമെന്ന് ഈ നാട്ടിലുള്ളവർ പറയും. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കാത്ത, കേരളത്തിലെ കോൺഗ്രസ്സുകാർ പോലും വെറുക്കുന്ന, അവരോടൊപ്പമുള്ള MLA-മാർക്ക് പോലും താല്പര്യമില്ലാത്തൊരു വ്യക്തി ഈ നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണമേക്കർ അവാർഡും കൊടുത്ത് നിങ്ങൾ കൂടി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മനസാക്ഷി അതിനനുസരിച്ച് മാറില്ല എന്നതിൻ്റെ തെളിവാണ് മനോരമയുടെ മൈക്കിലൂടെ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 100-ൽ 100 മാർക്കാണ് ഈ സർക്കാരിന് കൊടുക്കുന്നത്. പണം വെട്ടിച്ചുകൊണ്ട് പോകാൻ മാത്രം എല്ലാവർക്കും ഒരേ സ്വരമാണുള്ളത്. അതാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ബോധമല്ലെന്ന് മനോരമ തിരിച്ചറിഞ്ഞോളൂ.